ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം പ്രമാണിച്ചുള്ള നമ്മുടെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 പാർട്ടായിട്ടാണ് തോന്നുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്ന കമൻറ്റാണ് ഇതിൻ്റെ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒത്തിരി പേര് ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഞാനിത് ലോങ് വീഡിയോ ആക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സ്പീഡാക്കിയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് കുറേ പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനത് കുറച്ച് സ്പീഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ലോങ് വീഡിയോ ഞാൻ കുറച്ച് സ്പീഡൊക്കെ കുറച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. സ്പീഡൊന്നും വലുതായിട്ട് ഇട്ടിട്ടില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ സ്പീഡ് കൂട്ടിയിട്ടുമുണ്ട്. ഞാനാണെങ്കിൽ ക്ലീനിങ് തുടങ്ങുമ്പോൾ വിചാരിച്ചത് ഒരു ദിവസം കൊണ്ട് എല്ലായിടത്തുള്ള ക്ലീനിങ് ഒന്ന് ചെയ്ത് തീർക്കണം എന്നാണ്. മക്കൾക്ക് സ്കൂള് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ക്ലാസ് ഇല്ല. ഇപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങുമായിരിക്കും. അപ്പോഴത്തേക്കും അന്നും ലീവാണ് കേട്ടോ. അന്നും തുടങ്ങിയിട്ടില്ല. കാരണം ഇവർ സ്കൂളിലൊക്കെ വെള്ളം കയറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു തുടങ്ങാത്തത്. പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ അത്ര മഴയില്ല, കുറച്ച് കുറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളിൽ നല്ല മഴയുണ്ട് കേട്ടോ. ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓണത്തിന് ഞാൻ എന്തൊക്കെയോ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. നമ്മൾ ഒന്നും മുൻകൂട്ടി വിചാരിക്കരുതെന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് എൻ്റെ സംഭവം. അത്തം മുതൽ ഓരോരോ ഡിഷ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. അന്ന് തന്നെ ഇവിടെ മഴ തുടങ്ങിയത്. മഴ എന്ന് പറഞ്ഞങ്ങ് കറണ്ട് ഇല്ല, ഒന്നുമില്ല. 2 ദിവസത്തേക്ക് ഫോണേ യൂസ് ചെയ്യാൻ പറ്റിയില്ല, എല്ലാം സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ക്ലീനിങ് പകുതി ആയിട്ടുണ്ട്. നമ്മൾ പൊടിയൊക്കെ വെക്കുന്ന തട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വൃത്തിയാക്കാറുണ്ട്, അതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ നമ്മൾ നേരെ ജനലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നന്നായിട്ട് ജനലൊക്കെ തേച്ച് കഴുകിയതാണ്. അതുകൊണ്ട് തന്നെ ജനലിന് വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തുണി വെച്ച് തുടച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഡെറ്റോളും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉറുമ്പൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഇടയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കൂറേൻ്റെ മരുന്ന് അവിടെ ഒക്കെ തേച്ച് കൊടുത്തപ്പോഴാണ് ഈ ഉറുമ്പൊക്കെ പേടിച്ചിട്ട് പോയത്. ഇപ്പോൾ ഉറുമ്പില്ല കേട്ടോ. അതെനിക്ക് വലിയൊരു ആശ്വാസമാണ്. സാധനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ വെച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ ജനലൊക്കെ തുടച്ച് സാധനങ്ങളൊക്കെ അവിടെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ക്യാമറ വെക്കുന്ന സമയത്ത് എന്തോ അവിടെ ലൈറ്റ് ഇല്ലാത്ത പോലെ തോന്നി. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്നിട്ട് നമ്മളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. ആ സ്റ്റാൻഡിലുള്ള പാത്രമൊക്കെ ഞാൻ ആദ്യം ഒന്ന് എടുത്ത് താഴെ വെക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് നല്ല തേച്ച് കഴുകണം. ഇത് കുറച്ച് നാളായിട്ട് ഒന്ന് തേച്ച് കഴുകിയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായി. ഞാൻ നോർമൽ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്, ഒന്ന് തുടച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ എനിക്ക് എപ്പോഴും സമയം കിട്ടാറില്ല കേട്ടോ. എപ്പോഴും ഒരു തിരക്ക് പിടിച്ച ഒരു പണിയിലാണ് നമ്മൾ പാത്രമൊക്കെ അങ്ങ് കഴുകി വെക്കണത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലൊന്നും കുറച്ച് നാളായിട്ട് തേച്ചില്ല. ഇതിൻ്റെ മുകളിൽ നല്ല പൊടിയും പിന്നെ കറുത്ത എന്തോ പശപ്പശപ്പ് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് നല്ല ഇരുമ്പിൻ്റെ സാധനം വെച്ചിട്ട് തേച്ച് കൊടുത്തപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഇളക്കി വന്നു. അങ്ങനെ നമ്മുടെ പാത്രം വെക്കുന്ന എല്ലാ സ്റ്റാൻഡും നല്ലതുപോലെ തേച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ താഴെ വെച്ച ഗ്ലാസും അതൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു പണിയും കിട്ടി. ഞാൻ രാവിലെ ഇത് കഴുകി വെച്ച സാധനമാണ്, അതുകൊണ്ട് തന്നെ ആദ്യമേ കഴുകേണ്ടി വന്നു. അങ്ങനെ അവിടെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെയും നല്ല പോലെ ഒന്ന് തേച്ച് കഴുകി. ഇനി നമുക്കിങ്ങനെ നന്നായിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് വേണം തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേച്ച് കഴുകിയിട്ടാകുമ്പോഴത്തേക്കും പോവാത്ത ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കമ്പിയുടെ ഇടക്കൊക്കെ അതൊക്കെ പോയില്ലെങ്കിൽ നമ്മൾ പിന്നെ പാത്രം ഇവിടെ വെക്കണ സമയത്ത് അതിലേക്ക് പറ്റും. അതുകൊണ്ട് നല്ലതുപോലെ തേച്ച് കഴുകിയ ശേഷം ഉണങ്ങിയ തുണി വെച്ച് ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഈ മൂക്കിന് തോർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ജനലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നല്ല പൊടിയുള്ളതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തോർത്തെടുത്തിട്ട് മൂക്കിൽ കെട്ടിയത്. തോർത്തെന്നൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞ് ഒരു ടവല് പോലത്തെ ഒരു സംഭവമാണ് കെട്ടിയിട്ടുള്ളത്.
അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻഡൊക്കെ നല്ലതുപോലെ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. ഇത് ഈ കമ്പിയുടെ അടുക്കാണ് ഈ കറുത്ത സംഭവമൊക്കെ ഉള്ളത് കേട്ടോ. കറുത്ത സംഭവം ഇവിടെയുണ്ട്. ഇങ്ങനെ പാത്രം വെച്ചിട്ട് വെള്ളം വീണിട്ട് ഇങ്ങനെ കറുത്ത് പിടിച്ചതാന്ന് തോന്നുന്നു എനിക്ക്. അത് ഇങ്ങനെ ഉരച്ച് ഞാൻ നന്നായിട്ട് തേച്ച് ഇളക്കിയെടുത്തു കേട്ടോ. നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി എടുത്തു. ഇപ്പം നമ്മുടെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല, നല്ലൊരു തെളിച്ചൊക്കെ വന്ന പോലെ തോന്നുന്നു എനിക്ക്. ഞാൻ കുറച്ച് നാളായിട്ട് ഇതിനെ കഴുകിയിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട്, അതുകൊണ്ട് എനിക്ക് നല്ലൊരു സമാധാനം ഇത് കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഈ ക്ലീനിങ് മാത്രമേ ഉള്ളൂ ഇയാൾക്ക് ചെയ്യാമെന്ന്. ക്ലീനിങ് മാത്രമല്ല, ഞാൻ എല്ലാ പണിയും ചെയ്യാറുണ്ട്. പക്ഷേ ക്ലീനിങ് ആണ് നമ്മൾ വീട്ടിൽ അധികവും ചെയ്യണത്. എനിക്ക് ക്ലീനിങ്ങിനോട് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എപ്പോഴും ഇപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റിടത്ത് പോയി ചെയ്യും. അപ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും വൃത്തികേടാവും. അപ്പോൾ ഇവിടെ ആദ്യം വൃത്തിയാക്കും. ഇതെൻ്റെ മെയിൻ ഹോബിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടാറുണ്ട്. ഫുഡ് പിന്നെ ഏകദേശം ഒരേപോലത്തെ ഫുഡായിരിക്കും. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യുമ്പോഴല്ലേ ആൾക്കാർക്ക് കാണാനൊരു ഭംഗിയുള്ളൂ. ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ ഞാൻ എപ്പോഴും ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ക്ലീനിങ് വീഡിയോ ഒക്കെ കാണാൻ ഒത്തിരി പേർക്ക് ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് നല്ല കമൻറ്റുകൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചി ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾ അതുപോലെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. കുറച്ച് പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. നമ്മുടെ സ്റ്റാൻഡൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ആ പാത്രമൊക്കെ അവിടെ കയറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനായിപ്പോയി. കാരണം ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെയൊക്കെ വെള്ളവും പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രം മുമ്പത്തെ പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് അടുത്തത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെയൊക്കെ തേച്ച് കഴുകണം. പിന്നെ മുകളിലൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾക്ക് ആ പണിയിലേക്ക് പോവാം. ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. നാട്ടിലൊക്കെ ആകുമ്പോൾ ഒത്തിരി സ്ഥലമൊക്കെ ഇല്ലേ വൃത്തിയാക്കാൻ. ഇവിടെ അങ്ങനെ വലിയ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഒരു പാടില്ലാത്ത പോലെ എനിക്ക് തോന്നണു. നമ്മുടെ പാത്രമൊക്കെ എല്ലാം കഴുകി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് തേങ്ങ ചിരവുന്ന സ്റ്റൂലൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇതെപ്പോഴൊക്കെ വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ തേങ്ങ ചിരവിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്ന് തട്ടിക്കൊടുത്തു. പിന്നെ നമ്മളെ ഗ്യാസിൻ്റെ ഇതൊക്കെ ഡെയിലി വൃത്തിയാക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മളിതാ ചായ ഇന്നും തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെയൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തു ഫുള്ളായിട്ട്. ഇന്നൊന്ന് ആ വെള്ളം ഒഴിച്ച് കഴുകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ തേച്ച് കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കലാണ്. ഇന്നാണെങ്കിൽ എന്തായാലും മൊത്തമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മൊത്തം അങ്ങ് വെള്ളം ഒഴിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗവും ഒക്കെ നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ട് ഗ്യാസിൻ്റെ അതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. അത് തുണി വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ മുകളിലൊക്കെ ഗ്യാസിൻ്റെ ഗ്യാസ് സ്റ്റൗ വെക്കുന്നതിൻ്റെ മുകളിലെ ടൈൽസൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ തെറിച്ചതും ഒക്കെ ഇത്തിരി എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. നമ്മൾ ഇത്രയും മുകളിലോട്ടൊന്നും തേച്ച് കൊടുക്കില്ല. താഴെ നിന്ന് ഞാനിങ്ങനെ വൃത്തിയാക്കാറേ ഉള്ളൂ. മുകളിലേക്ക് കയറി അങ്ങനെ തേക്കാറില്ല ഡെയിലി ഒന്നും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കും. വലിയ വൃത്തികേടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ദിവസവും ഇങ്ങനെയൊക്കെ ഡെയിലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദിവസം ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ നോർമൽ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ അടുക്കള നല്ലതുപോലെ വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന കിച്ചണെങ്കിലും നന്നായിട്ട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. ബാക്കി റൂമൊക്കെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വൃത്തികേടായിട്ട് തന്നെ ഇരിക്കും. കാരണം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇവിടെ വലിച്ചു വാരിയിട്ട് എപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ നിൽക്കണം എന്നൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ ടൈൽസൊക്കെ നല്ലതുപോലെ തേച്ചിട്ട് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ കുറച്ച് തുണിയൊക്കെ വെച്ച് തുടച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തോ വൃത്തിയാക്കിയിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര രസമുണ്ട്. നല്ല ടൈൽസൊക്കെ നല്ല വൃത്തിയായതുപോലെ ഉണ്ട്. കിച്ചണൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ നല്ല രസമായിരിക്കും നല്ലൊരു ക്ലീനായിട്ട് കിടക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ കിച്ചണിലെ ജനലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് അതിൻ്റെ കമ്പിയൊക്കെ നല്ലതുപോലെ തുടച്ചു കൊടുക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ അടച്ചു വെക്കരുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം അതൊക്കെ വൃത്തിയാക്കിയത് കൊണ്ടാണ് ഞാൻ ജനൽ തുറക്കാതിരുന്നത്. അവിടെ വലിയ പൊടിയൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് കിച്ചണിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡെറ്റോൾ ഒഴിച്ച് വൃത്തിയാക്കുക. അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ടിപ്സാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഡെയിലി നമ്മൾ കിച്ചണിലെ തട്ടും ഗ്യാസിൻ്റെ സ്റ്റൗവും ഒക്കെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും തേച്ച് കഴുകി വൃത്തിയായിട്ട് വെക്കുക. പിന്നെ പാത്രങ്ങൾ തട്ട് ഡെയിലി ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഡീപ്പ് ക്ലീനൊക്കെ ചെയ്ത് പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുക. പിന്നെ പൊടി വെക്കുന്ന തട്ട് അതൊക്കെ നന്നായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ എന്നും ശ്രമിക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും പറയും നാട്ടുകാരെ മൊത്തം നീ പണിയെടുക്കുന്നതൊക്കെ കാണിക്കാനല്ലേ എന്ന്. ഓക്കെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല കേട്ടോ. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഞാൻ ഇതിലേ കേട്ട് അതിലേ വിടുന്ന ആളാണ്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഞാനായിട്ട് ഉൾക്കൊള്ളുന്നില്ല. പോസിറ്റീവായിട്ട് പലരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ പോസിറ്റീവായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അവർ മാത്രം കാണുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്താൽ മതി. നിങ്ങൾ എന്തായാലും നിങ്ങളെ വീഡിയോ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമുള്ളവർ മാത്രം കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പാത്രമൊക്കെ കഴുകിയിട്ടായി. ഞാൻ തട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി. ഈ പൈപ്പിൻ്റെ വാഷ് ബേസിൻ്റെ ബാക്കിലൊക്കെ ചെറുതായിട്ട് കറുത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി. പിന്നെ ഗ്യാസിൻ്റെ നമ്മൾ ഈ സാധനം അതിനെന്താ പറയുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. അതിനൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ നല്ല നീറ്റായിട്ട് വെച്ചു. പിന്നെ താഴെയാണെങ്കിൽ കുറേ പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് അവിടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി കേട്ടോ. പിന്നെ അവിടെ വാതിലും ഒന്ന് തേച്ച് കഴുകുന്നുണ്ട്. വാതിൽ കുറച്ച് നാളായിട്ടോ തേച്ചൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എത്ര തേച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ആദ്യം പൊടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അങ്ങനെ ഞാനിതാ വാതിലും നല്ലതുപോലെ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ സൈഡിൽ മാത്രമേ മണ്ണൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് തേച്ച് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കിച്ചണിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പം നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിയാറായി. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുണ്ടാകുമ്പോൾ വൃത്തിയാക്കൽ കുറച്ച് പാടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെയൊക്കെ കുറച്ച് എന്താണ് നമ്മളെ വാഷ് ബേസിൻ്റെ പൈപ്പ് പോകുന്നില്ലേ, അവിടെയൊക്കെ ഇത്തിരി മാറാലിയും പൊടിയും പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് കറുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ച് കൊടുത്തപ്പോൾ നല്ല വൃത്തിയായി. എനിക്ക് ഇവിടുത്തെ ടൈൽസിൻ്റെ ഒരു ഉപകാരം തുറന്നത് നമ്മൾ എന്തവിടെ പറ്റിയാലും നമ്മൾ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് പോവും കേട്ടോ. കറ അധികം പിടിച്ചിങ്ങനെ നിൽക്കണില്ല, പെട്ടെന്ന് അങ്ങ് പോവും. ഒരുപാട് കഷ്ടപ്പെട്ട് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലപോലെ വൃത്തിയായിട്ട് പോവും. എന്നിട്ട് നമ്മളവിടെ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ആദ്യം ഞാൻ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വൈപ്പർ വെച്ചിട്ട് ആദ്യം ആ പൊടിയൊക്കെ ഒന്ന് പുറത്തേക്ക് വലിച്ച് കളയുന്നുണ്ട്. നല്ലതുപോലെ പൊടിയും മണ്ണും ഉണ്ടായിരുന്നു, അത് മൊത്തമായിട്ട് വൃത്തിയാക്കിയത് കൊണ്ടാണ്. പിന്നെ മുകളിലെ വണ്ണാമ്പലയൊക്കെ തട്ടിയതിൻ്റെ പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. വണ്ണാമ്പല എന്ന് പറഞ്ഞാൽ മാറാലയാണ് കേട്ടോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ലതുപോലെ വലിച്ച് പുറത്തോട്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്തു. ഇതോടുകൂടി നമ്മുടെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ബാക്കി ക്ലീനിങ് വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.